കോഴിക്കോട് ജില്ലയിൽ സൈബർ തട്ടിപ്പ് കേസുകളിൽ വലിയ വർധനയാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായത്. 15 കോടിയോളം രൂപയാണ് തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപ്പെടുന്നത്. കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും പിടികൂടാൻ കഴിയുന്ന പ്രതികളുടെ എണ്ണം 5% മാത്രമാണ്. ഇതോടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി കേസുകളാണ് വൻകിട തട്ടിപ്പുകളുമായി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 5% പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. ഇതര സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ വർഷം ഇതുവരെ 15 കോടി 15 crore 34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1 crore 53 lakh 68,000. ഈ വർഷം 2 crore 79 lakh 37,000 amount freeze ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് amount തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ശ്രമവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായി 220ഓളം വോളണ്ടിയർമാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പം നമ്മുടെ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHOയുടെ കീഴിലെ വാർഡ് ലെവലിൽ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത AI വീഡിയോകൾ വഴിയുള്ള സൈബർ തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18